ഹായ് നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരും ആളുമാണ് മാർട്ടിൻ മീനച്ചേരി. മാർട്ടിൻ മീനച്ചേരി അയാൾ സ്വയം ഒരു പത്രപ്രവർത്തകനാണെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ട്. ആളൊരു പോലീസിലൊരു പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തത് സാധാരണക്കാർക്കെതിരെയൊന്നുമല്ല, നമ്മുടെ പ്രശസ്ത നടിയായ ശ്വേതാ മേനോന് എതിരെയാണ്. ശ്വേതാ മേനോന് എതിരെയായിട്ട് അവർ പരാതി കൊടുത്തിരിക്കുന്നത് ശ്വേതാ മേനോന്റെ ചില പോൺ വീഡിയോസ് സൈറ്റുകളിൽ കിടന്നു കറങ്ങുന്നു. അത് ഏതൊക്കെയോ കുട്ടികൾ കാണുന്നത് അയാൾ കണ്ടു, ആ കുട്ടികളെ വഴിതെറ്റിക്കുന്നു. അതുകൊണ്ടാണ് അയാൾ കേസ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ പരാതിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണ്. അത് അടിസ്ഥാനരഹിതമായ ഒരു പരാതിയുമാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് കോടതിയിലേക്കും പോയിട്ടുണ്ട്. ഇത് കോടതിയുടെ വിലപ്പെട്ട സമയത്തെ കളയാൻ മാത്രമേ ഉപകരിക്കത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകളായ പാലേരി മാണിക്യം, കളിമണ്ണ്, രതിനിർവേദം എന്നീ സിനിമകളുടെ ചില സീനുകൾ, രംഗങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് അത് പോൺ വീഡിയോയിൽ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നുണ്ടെന്നും അത് കുട്ടികളെ വഴിതെറ്റിക്കുന്നുവെന്നും മാത്രമല്ല ചില കുട്ടികളുടെ വീഡിയോസ് ശ്വേതാ മേനോൻ തന്നെ എടുത്ത് ഈ സൈറ്റുകൾക്ക് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. ശ്വേതാ മേനോൻ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ സിനിമയിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഏതെങ്കിലും സൈറ്റുകളിൽ അത് ഓടുന്നുണ്ടോ എങ്കിൽ അതിന് ശ്വേതാ മേനോൻ എന്ത് ചെയ്തു? ശ്വേതാ മേനോൻ എന്താണ് ചെയ്തത്? അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തവരാരാണോ അവർക്കെതിരെയല്ലേ ഇയാൾ കേസ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ സൈറ്റിനെതിരെയാണ് കേസ് കൊടുക്കേണ്ടത്. ഇത് രണ്ടും ചെയ്ത് ഇയാൾ ശ്വേതാ മേനോനെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾക്കിപ്പോൾ വിചിത്രമായ ഒരു വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലുള്ള പല സൈറ്റുകളും കാര്യങ്ങളും പല സിനിമാ നടികളുടെ അങ്ങനെ ഇതിനേക്കാൾ മോശമായ കാര്യങ്ങളൊക്കെ കറങ്ങുന്നുണ്ട്. ഇതിനൊന്നും കേസ് കൊടുക്കാതെ ഒന്നും ചെയ്യാതിരുന്നാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ, അതും വർഷങ്ങൾക്ക് മുമ്പ് ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകളുടെ കട്ടുകൾ ഇപ്പോൾ കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ശ്വേതാ മേനോനല്ല, ഏത് നടികളായാലും കേരളത്തിലെ മലയാളം സിനിമയിലെ സെൻസർ ബോർഡ് അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് തിയേറ്ററിലൂടെ പ്രദർശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിന് മാത്രമേ അവർ അംഗീകാരവും കൊടുക്കത്തുള്ളൂ, അതിനെ അനുവാദവും കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇയാൾക്ക് ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇയാൾ നമ്മുടെ ഹാഷ്മിയായിട്ട് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ചാനൽ ഇന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്, കുറേ ഒരു 30ഓളം വെബ്സൈറ്റുകളുടെ ലിസ്റ്റും കൂടെ കൊടുത്തിട്ടാണ് ഇയാൾ പരാതി കൊടുത്തിരിക്കുന്നത്. ഈ വെബ്സൈറ്റുകളൊന്നും ഇന്ത്യയിൽ അനുവദനീയമായ വെബ്സൈറ്റുകളല്ല. അപ്പോൾ ഇയാൾ ഇത് എവിടെ നിന്നും എങ്ങനെ ഓപ്പൺ ചെയ്തു? നമുക്ക് ആർക്കും അത് നമ്മുടെ ഫോണുകളിലൊന്നും ഓപ്പൺ ആവത്തില്ല എന്ന് ഹാഷ്മിയും തന്റെ ചർച്ചയ്ക്കിടയിൽ അതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്കൊക്കെ ഒന്ന് പോകാം. ഇതൊക്കെ സിനിമകളാണ്, അവരുടെ സിനിമകളാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ സിനിമകളാണ്. അത് താങ്കൾ ഈ പറയുന്നത് പോലെ അശ്ലീല വെബ്സൈറ്റ് ഗണത്തിൽ പെടുന്ന സിനിമകളെയല്ല, അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് ആധാരമായി പുറത്തിറക്കിയ സിനിമകളാണ്. ആ സിനിമകൾക്ക് ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ ഇത് ഏതോ വെബ്സൈറ്റിലൊക്കെ ഉണ്ടെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ശ്രീ മാർട്ടിൻ? താങ്കളുടെ ലക്ഷ്യം എന്താണ്? അതായത് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. അതായത് ഈ പാലേരി മാണിക്യം അല്ലെ കളിമണ്ണ് അതുപോലുള്ള സിനിമകൾ അത് സെൻസർ ബോർഡ് അംഗീകരിച്ച് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിനിമകളാണ്. ആ സിനിമകളിലെ കണ്ട ചില കണ്ടന്റുകളാണ് ഓൺ സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അതിന് ഉത്തരവാദിയാണോ എന്നുള്ളത് ഇനി അവരാണ് പറയുന്നത്. കാരണം അല്ല ശ്രീ മാർട്ടിൻ മീനച്ചേരി ഇപ്പോ ഇത് ഒരു സിനിമയിൽ അവർ അഭിനയിക്കുന്നു. അതിന് അഭിനയിക്കുന്നത് ആ സിനിമയ്ക്ക് താങ്കൾക്ക് അറിയാവുന്ന ആ സിനിമയ്ക്ക് പ്രമേയം ഉണ്ടാകും, അതിന് സംവിധാനം ഉണ്ടാകും, സംവിധായകൻ ഉണ്ടാകും, ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകും. ആ സംവിധായകൻ പറയും പ്രകാരം ആ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു. അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു. അഭിനയിച്ച ശേഷം അവരുടെ ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പ് ഏതെങ്കിലും ഞരമ്പ് രോഗികളുടെ ഏതെങ്കിലും സൈറ്റിൽ ഇട്ടാൽ അത് അവരെങ്ങനെ ഉത്തരവാദികളാവുക ശ്രീ മാർട്ടിൻ മീനച്ചേരി? അപ്പൊ അവര് അതായത് 1990 അവരത് പറയുന്നുണ്ട്. ഏത് പോൺ സൈറ്റാണ്? അതിനുശേഷം ഈ വാസ്തവ വിരുദ്ധമായ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാന കാരണം, ആരോ ഇയാളെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ ഇങ്ങനെ മത്സരിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ അതിന് ശ്വേതാ മേനോൻ അതിൽ നിന്ന് മാറണം, അതിന് എന്തെങ്കിലും ഒരു കേസും കൂട്ടോ വഴക്കോ ഒക്കെ ഉണ്ടാകണം. അതിന് മാറാൻ വേണ്ടി ശ്വേതാ മേനോനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മറ്റാരുടെ പ്രേരണ കൊണ്ട് ഇയാൾ വന്ന് ഇങ്ങനെ ഒരു കേസ് കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ നമ്മുടെ മലയാള സിനിമകളിൽ വരുന്ന എല്ലാ സംഭവങ്ങളും സെൻസർ ബോർഡ് അംഗീകരിച്ച കാര്യങ്ങൾ മാത്രമേ മലയാള സിനിമയിൽ ഇടാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടി കണ്ടിട്ട് വരാം. ഈ ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. അതെന്തിനാണ് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചുകൊണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതായത് 2 പ്രായപൂർത്തിയാകാത്ത 2 പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല.
പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? ഈ ലിങ്ക് ഞാനൊന്ന് നോക്കി കേട്ടോ. ഒരൊറ്റ മിനിറ്റ്, ഈ ലിങ്കുകൾ ഞാൻ എന്റെ ഫോൺ തുറക്കാൻ നോക്കി. ഫോൺ തുറക്കുന്ന കാരണം എന്താ അറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീൽ ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്ന എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം, മാർട്ടിൻ മേനാച്ചേരി? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് 2 കുട്ടികൾ, പ്രായപൂർത്തിയാത്ത 2 കുട്ടികൾ ഇത് കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. ഈ ശ്വേതാ മേനോന്റെ ഈ ഒരു വീഡിയോ ആണ് ഇതിനകത്തുള്ള വീഡിയോകളാണ് ഞാൻ കാണുന്നത്. ഏത് വീഡിയോ ആണ്? ഈ സൈറ്റുകളിൽ കാണുന്ന വീഡിയോ. അതെന്താണ്? സൈറ്റുകളിൽ കാണുന്ന എന്ത് വീഡിയോ വരുന്നത്? അതെങ്ങനെ നമുക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റും? അതെനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ പബ്ലിക്കായിട്ട്? അല്ല, താങ്കൾ പറഞ്ഞാണ് കളിമണ്ണ് സിനിമ, ഈ പറയുന്ന എന്താണ് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ തുടങ്ങിയ സിനിമകൾ താങ്കൾ പറയുന്നത് അതല്ലേ? അത് പറഞ്ഞെന്താ? അത് അതിനകത്ത് പാലേരി മാണിക്യം അല്ലെങ്കിൽ അതെ, അതിലൊക്കെ ഈ സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്ന പല ഭാഗങ്ങളും അത് വേറെ രീതിയിൽ ചിത്രീകരിച്ച് ഫോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഒന്നും ലഭ്യമല്ല. ഏത് ഫോൺ സൈറ്റിലാണ് അത് ലഭ്യം? നിങ്ങൾക്ക് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇല്ല, പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ മൊത്തം രാജ്യത്ത് ബാൻഡ് സൈറ്റുകളാണ്. മാന്യ സൈറ്റുകളാണ്. ഈ സാധനമാണ് ഞാൻ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തിരിക്കുന്നത്. അല്ല, ശ്രീ മാർട്ടിൻ മേനാച്ചേരി, രാജ്യത്ത് ബാൻഡ് ആയിട്ടുള്ള നമുക്കൊന്നും തുറന്നാൽ കിട്ടാത്ത സാധനം താങ്കൾക്ക് എങ്ങനെയാണ് തുറന്ന് അതിന് ലിങ്ക് കോപ്പി ചെയ്ത് കോടതി കൊടുക്കാൻ പറ്റുന്നേ? അതായത് ഇപ്പൊ ഹാഷ്മിയുടെ പല ചോദ്യങ്ങൾക്കും ഇയാൾക്ക് മറുപടിയില്ല. ഇയാൾ പതറിപ്പോവുകയാണ് ചെയ്യുന്നത്. കുറുക്കി കൊള്ളുന്ന പോലെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഹാഷ്മിക്ക് നല്ല മിടുക്കാണ്. അതിൽ ഈ കാര്യത്തിൽ യാഥാർത്ഥ്യവും ഉണ്ട്. ഹാഷ്മി ആ ചോദ്യങ്ങൾ കറക്റ്റ് സമയത്ത് ചോദിക്കുന്നുണ്ട്. അയാൾക്ക് അതിന് മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ സെൻസർ ബോർഡ് അംഗീകരിച്ച കാര്യങ്ങൾ മാത്രമാണ് ഈ സിനിമകളിൽ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള സിനിമകളെ കേരളത്തിൽ സിനിമാ തിയേറ്ററുകളിൽ റിലീസിനും ഇവിടെ എടുക്കാറുള്ളൂ. സെൻസർ ബോർഡിന്റെ തീരുമാനങ്ങളിലും മാറ്റം വന്നു. എന്ത് മാറ്റങ്ങൾ അത് വന്നാലും ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് തന്നെയാണ് പുതിയ സിനിമകൾ പുറത്തിറങ്ങുന്നത്. മാത്രവുമല്ല, ഈ നമ്മുടെ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഈ സൈറ്റുകൾ ഇയാൾക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റി എന്നുള്ളത് വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാക്കി അതിന് വേണ്ട നടപടികൾ എടുക്കുകയുമാണ്. ഇയാൾക്കെതിരെയാണ് നടപടികൾ എടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ശ്വേതാ മേനോൻ ഇയാൾക്കെതിരെ ഒരു മാനനഷ്ട കേസിന് കൊടുത്താൽ ഇയാൾക്ക് പിന്നെ ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.